ആലപ്പുഴ കരുമാറ്റയിലെ വയോധികന്റെ കൊലപാതകത്തിന് പ്രതികൾ പ്രചോദനമാക്കിയത് സ്പൈഡർ എന്ന സിനിമ. പെൺകുട്ടിയുടെ അമിത ഫോൺ ഉപയോഗം, രാത്രി വൈകിയെത്തുന്നത്, ആൺകുട്ടികളോടുള്ള സൗഹൃദം ഇവ വിലക്കിയതാണ് ശിവൻകുട്ടിയുടെ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. വീടിന്റെ ആസ്പെറ്റോസ് ഷീറ്റ് ഇളക്കി അകത്ത് കിടക്കുകയും തുടർന്ന് ഇദ്ദേഹത്തെ കെട്ടിയിട്ട ക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തുകയും ചെയ്തത് ഈ ദൃശ്യങ്ങൾ ആ പെൺകുട്ടിയെ കാണിക്കുകയും ചെയ്തു. അതിനുശേഷം അവിടെ നിന്നുള്ള പണവും അതോടൊപ്പം തന്നെ ആ സ്വർണ്ണാഭരണങ്ങളും ഇവർ കൈക്കലാക്കുന്നു. പെൺകുട്ടി ഈ ഇദ്ദേഹം ബാറ്റ് ചെയ്തിട്ടൊക്കെ ഇയാളോട് പറഞ്ഞിട്ട് ഒരു റിവെഞ്ചിന്റെ ഒരു ആംഗിൾ കൂടി ഇതിൽ വരുന്നുണ്ട്. എന്താ പറയേണ്ടത് എന്ന് കൂടി എനിക്കറിയില്ല. സത്യസന്ധമായി പറയാം, എന്താ പറയേണ്ടത് എന്ന് കൂടി എനിക്കറിയില്ല. ഞാൻ ശരിക്കും ഷോക്ക്ഡാണ്. ഒരു 13 വയസ്സുള്ള പെൺകുട്ടി 17 വയസ്സുള്ള ഒരു 3-4 ചെക്കന്മാരെ കൂട്ടിക്കൊണ്ട് ചെയ്തൊരു പരിപാടി. ആദ്യം ഒരു മനുഷ്യൻ ഇല്ലാണ്ടാവുന്നു, അത് കഴിഞ്ഞ് കേസ് തിരുമ്പോൾ 13 വയസ്സുകാരിയിലോട്ട് എത്തുന്നു. കാരണങ്ങൾ തിരയുമ്പോൾ മൊബൈൽ റെസ്ട്രിക്ഷൻ, ചെക്കന്മാർ കൂടിയുള്ള കണക്ഷൻ പ്രശ്നം, അവളുടെ ഇഷ്ടത്തിന് വിലക്കി. ഒരാളുടെ ഇഷ്ടത്തിന് വിലക്കുമ്പോഴേക്ക് കൊല്ലാൻ നിൽക്കുകയാണെങ്കിൽ പിന്നെ ഇതിനല്ലേ നേരം ഉണ്ടാവും? സിനിമ കണ്ട് സിനിമേൻ്റെ സ്റ്റൈല് നോക്കുക, ചെയ്യുന്നത് ലൈവായിട്ട് അവൾക്ക് അയച്ചു കൊടുക്കുക. ഇവളുടെയൊക്കെ ബോധം എങ്ങോട്ടാണ് പോകുന്നതെന്നാണ് ഞാൻ ഇത്. 13 വയസ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രാം ക്ലാസ്സിലാണ്? 8-ലോ 7-ലോ പഠിക്കുന്ന കുട്ടിയല്ലേ? 8 അല്ലേ? 15 വയസ്സല്ലേ? 10. അപ്പോൾ ബാക്കോട്ട് എടുത്തു നോക്ക് നിങ്ങൾ. ഇവക്കൊക്കെ എന്ത് ബോധം ഈ പെണ്ണിൽ? ഇവളെന്താണത്? ഇത് പെണ്ണാണോ, കുട്ടിയാണോ, ഇനി എന്ത് സൈക്കോപാത്താണോ? എനിക്ക് അറിയില്ല, അറിയാൻ പാടില്ലായിട്ട് ഞാൻ ചോദിക്കുക. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുന്ന ആരെങ്കിലും നിങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റ ഒന്ന് കൊടുക്കുക. എൻ്റെ സെക്കൻഡ് ലാസ്റ്റ് ഓർ തേർഡ് റീൽ, ഒരു കഴിഞ്ഞ 3 ദിവസം മുമ്പുള്ള ഒരു റീലുണ്ട്. ഞാൻ ഒരു ദിവസം ഞായറാഴ്ച വർക്കിന് പോകുന്ന സമയത്ത് എൻ്റെ വീടിൻ്റെ സൈഡിലെ ബസ് സ്റ്റാൻഡിൽ ഞാൻ ബസ് കയറാൻ നിൽക്കുന്ന സമയത്താണ് ഒരു അവിടെ ഇങ്ങനെ വണ്ടി ഇടിച്ച് കിടക്കുന്ന അങ്ങണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ എനിക്കതിനെ കാണാനോ നോക്കാനോ എനിക്ക് പറ്റിയിട്ടില്ല. എനിക്ക് അറിയുന്ന വീട്ടിലെ ഒരു പൂച്ചക്കുട്ടീനെ ആരോ ഇടിച്ചിട്ട് നാട്ടുകാരെല്ലാവരും കൂടെ പിടിച്ച് മാറ്റി വെച്ച് കുറച്ച് കഴിഞ്ഞ് വന്ന് കുഴിച്ചിട്ടു. ഞാൻ അപ്പം തന്നെ ഒരു റീലെടുത്തിട്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇട്ടു. ഞാനൊരു പെറ്റ് ഫാൻ അല്ല, ഞാൻ പെറ്റ്സുമായിട്ട് തീരെ കമ്പനിയല്ല, എനിക്ക് പെറ്റ്സുമായിട്ട് അത്ര അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല. ഞാൻ ഒരു പെറ്റ് അവിടെ നിൽക്കുന്ന സമയത്ത് കണ്ടപ്പം എൻ്റെ കണ്ണ് വരെ നിറഞ്ഞുപോയി. കാരണം ഒരു പെറ്റിൻ്റെ ഒരു മരണം പോലും എനിക്ക് എൻ്റെ റിയൽ ഫേസിൽ കാണാൻ പറ്റാത്തൊരു മൈൻഡാണ് എനിക്ക്. അപ്പം ഞാൻ ആലോചിക്കും, ഒരു 13 വയസ്സുകാരി, അവൾ അത്രയും കാലം കൂടെ താമസിച്ച വ്യക്തിനെ ഫ്രണ്ട്സിനെ വിളിച്ച് വരുത്തി ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഡെഫിനറ്റ്ലി സേ ഒന്നെങ്കിൽ അവളൊരു സൈക്കോപാത്താണ്. സീരിയസ്ലി സൈക്കോപാത്ത് എന്ന് പറഞ്ഞാൽ അത് വാക്ക് ചുരുങ്ങിപ്പോയോ എന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ എന്തോ വിഭ്രാന്തിയാണ് ഈ കുട്ടിക്ക്. അല്ലെങ്കിൽ ഈ കുട്ടി എന്തൊക്കെയോ ലഹരി വസ്തുവോ, ലഹരി എനിക്കറിയില്ല, അതിലും കൂടി എന്തൊക്കെയൊക്കെയോ സാധനങ്ങൾ അടിച്ച് നിൽക്കുന്ന ഒരു കുട്ടിയാണ്. കാരണം ഐ ഡോണ്ട് ബിലീവ് ഇങ്ങനൊരു കുട്ടിക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. എനിക്ക് കാരണം അറിയില്ല. ഇതിനപ്പുറമാണ് ഈ ലോകത്ത് നടക്കുന്നത്, ഇതിനപ്പുറമാണ് ഇനി അങ്ങോട്ട് ഇതിനപ്പുറം കാര്യങ്ങൾ ഈ ലോകത്ത് നടക്കുമെന്നുള്ളതും എനിക്കറിയാം. അപ്പോൾ എൻ്റെ ഈ കാര്യങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് നിങ്ങളും കരുതും എന്നൊരു തോട്ട് നിങ്ങൾക്ക് ഉണ്ടാവാം. പക്ഷേ ഞാൻ ഭയങ്കര ഷോക്ക്ഡായി ഈ ന്യൂസ് കേട്ട സമയത്ത്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ന്യൂസ് ഇത് തന്നെയാണ്. ആലപ്പുഴ ഹരിപ്പാട് ഭാഗത്ത് ഒരു വയോധികനെ അയാളുടെ കൂടെ താമസിച്ചിരുന്ന 13 വയസ്സുകാരി പെൺകുട്ടിയും അവളുടെ കാമുകൻ തന്നെ പറയണം, അല്ലാണ്ട് ബോയ് ഫ്രണ്ട് എന്നൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, കാമുകനും 2 കൂട്ടുകാരും കൂടെ ഒരു സിനിമ, സ്പൈഡർ എന്ന് പറയുന്ന ഒരു സിനിമ കണ്ട് അതിലെ ഐഡിയ ഉപയോഗിച്ചുകൊണ്ട് ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ചത് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള പൈസ മോഷ്ടിച്ചിട്ട് ചെക്കന്മാർക്ക് ബൈക്കും പെണ്ണിന് ഐഫോണും വാങ്ങാൻ. ഇതാണ് ആദ്യത്തെ ഒരു പേഴ്സ്പെക്റ്റീവ്. രണ്ടാമത്തെ ഒരു പേഴ്സ്പെക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ ഈ പെൺകുട്ടീൻ്റെ അടുത്ത് മോശമായി പെരുമാറി ഈ അങ്കിള്, അത് എന്ന് പറഞ്ഞ് കാമുകനിൽ ട്രിഗർ ഉണ്ടാക്കി ചെയ്തു എന്നൊരു ആംഗിൾ രണ്ടാമത്തെ സൈഡ് പോകുന്നു. മൂന്നാമത്തെ സൈഡ് പോകുന്നത് ഈ പെൺകുട്ടി രാത്രിയാണ് കയറി വരുന്നത്. പെൺകുട്ടിക്ക് ഒരുപാട് പുരുഷന്മാരായിട്ടുള്ള ബന്ധങ്ങളും പെൺകുട്ടിയുടെ ഈ ഫോൺ യൂസേജും കണ്ട സമയത്ത് മൂപ്പരെന്തോ റെസ്ട്രിക്റ്റ് ചെയ്തു എന്നാ പറയുന്നത്. അതിൻ്റെ വൈരാഗ്യം എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ കുറേ സാധനങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും ഒരു 13 വയസ്സുകാരി ഇങ്ങനത്തെ ഒരു പരിപാടി ചെയ്തിട്ടുണ്ടെങ്കിൽ അവളുടെ ധൈര്യവും അവളുടെ കളിയും അത്ര നല്ലതല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. ആൻഡ് എന്നെ ഷോക്ക് ചെയ്തൊരു കാര്യം, ഞാൻ ആദ്യം ഇവളുടെ അച്ഛനും മുത്തച്ഛൻ അങ്ങനത്തെ ഒരു ആംഗിളാണ് ഞാൻ കരുതിയത്. പിന്നെ ഞാൻ മനസ്സിലായത് ഇവളുടെ അച്ഛനും അമ്മയും ഗൾഫിലാണ്. ഈ അച്ഛനോടും അമ്മേനോടും എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ എന്ത് കോക്കനട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ പോയിരിക്കുന്നത് ഇങ്ങനത്തെ ഒന്നിനുണ്ടാക്കിയിട്ട്? അറിയാൻ പാടില്ലായിട്ട് ഞാൻ ചോദിക്കുക. നിങ്ങൾക്ക് 2 പേർക്കും നിങ്ങളുടെ സ്പേസിൽ എൻജോയ് ചെയ്യാനാണെങ്കിൽ ഒരു ബേബിക്ക് ബർത്ത് കൊടുക്കരുതായിരുന്നു.
ഒരുപാട് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് ഇന്ന് ഈ സോഷ്യൽ മീഡിയയിൽ അവൈലബിൾ ആയി നിൽക്കുന്ന സമയത്ത് ഈ ലോകത്ത് അവൈലബിൾ ആയി നിൽക്കുന്ന സമയത്ത് എന്തിനായിരുന്നു ഒരു പാവം മനുഷ്യൻ അദ്ദേഹം അധ്വാനിച്ചുണ്ടാക്കിയ പൈസയും കൊണ്ട് ജീവിച്ചു പോകുന്നിടത്ത് ഇവളെ കൊണ്ടുപോയി അവിടെ നിർത്തി അദ്ദേഹത്തിന് ഇല്ലാണ്ടാക്കി. നിങ്ങൾക്ക് എന്തുവാ കിട്ടിയിട്ടുള്ളത്? ആദ്യം തന്നെ ഈ ഒരു കേസിൽ കുറ്റം പറയേണ്ടത് ഈ പെൺകുട്ടീനെയാണ്. കാരണം അച്ഛനും അമ്മയും ഗൾഫിൽ നിന്ന് ജോലി ചെയ്ത് ജീവിക്കുന്ന എത്രയോ നല്ല നല്ല പിള്ളേർ ഈ ലോകത്തുണ്ട്. നമുക്കറിയുന്ന എത്രയോ പേരുണ്ട്, നമ്മളുടെ അറിയുന്ന റിലേറ്റീവായ. അതിൽ നിന്ന് ഇവളിങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അത് ഇവളെ സ്വഭാവ ദൂഷ്യം തന്നെയാണ്. അച്ഛനും അമ്മയും ഇല്ലാത്ത കിട്ടിയ തക്കത്തിന് ഇവർക്ക് ചെയ്യേണ്ട തോന്നിവാസങ്ങളെല്ലാം കളിച്ചു കൂട്ടി. രണ്ടാമത് പറയുന്നത് പാരൻസിനെ തന്നെയാണ്. കാരണം പാരൻസ് കുറച്ചും കൂടെ ശ്രദ്ധിക്കണമായിരുന്നു. അവരൊന്നേക്ക് കുട്ടീൻ്റെ കൂടെ നിൽക്കുക, അല്ല കുട്ടീനെ കൊണ്ടുപോവുക. അല്ലാണ്ട് അവർ തോന്നിയ പോലെ ജീവിച്ച് നടന്നിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ അവരിങ്ങനെ ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കരുതായിരുന്നു. ഇനി ഇവരുടെ പാരൻ്റൽ ഹിസ്റ്ററി അറിയില്ല, ഡിവോഴ്സ്ഡ് ആണോ സെപ്പറേറ്റഡ് ആണോ, എന്തുകൊണ്ട് കുട്ടീനെ കൊണ്ടുപോയില്ല, എന്താ അവസ്ഥ, ഇക്കാര്യങ്ങളും നമുക്കറിയില്ല. എന്നാലും പാരൻസിനെയും പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഈ പാരൻസ് ഇവിടെ ഉണ്ടായിരുന്നു എന്ന് കരുതി ഈ കുട്ടി ഇങ്ങനെ ചെയ്യില്ല എന്നൊന്നും പറയാനില്ല. കാരണം ചാടണ്ടവും ചാടുക തന്നെ ചെയ്യും, കൊല്ലണ്ടവും കൊല്ലുക തന്നെ ചെയ്യും. അതിന് നമ്മളുടെ ഉള്ളിലൊരു ഇത് വേണം. അതൊന്നുമില്ലാത്ത കാറ്റഗറി ഓഫ് ആൾക്കാരെ നമ്മൾ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. അപ്പോൾ അതൊരു സൈഡ്. എന്തായാലും നമുക്ക് ആദ്യം തൊട്ട് അങ്ങോട്ട് ശുഭമായി തുടങ്ങാം, വാർത്തയിലോട്ട് പോകാം. ആലപ്പുഴ കരുമാറ്റയിലെ വയോധികന്റെ കൊലപാതകത്തിന് പ്രതികൾ പ്രചോദനമാക്കിയത് സ്പൈഡർ എന്ന സിനിമ. പ്രായപൂർത്തിയാകാത്ത കുറ്റാരോപിതരിൽ ഒരാളാണ് ഈ ആശയം അവതരിപ്പിച്ചത്. വീടിന് മച്ചുള്ളതിനാൽ മുകളിൽ നിന്നും കല്ലിട്ട് കൊല്ലാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കി ആ രീതി ഉപേക്ഷിക്കുകയായിരുന്നു. പെൺകുട്ടിയുടെ അമിത ഫോൺ ഉപയോഗം, രാത്രി വൈകിയെത്തുന്നത്, ആൺകുട്ടികളോടുള്ള സൗഹൃദം ഇവ വിലക്കിയതാണ് ശിവൻകുട്ടിയുടെ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഞാൻ ഈ നിമിഷം വരെ സ്പൈഡർ എന്ന് പറയുന്ന ഒരു സിനിമ ഞാൻ കണ്ടിട്ടില്ല. ഇനി സിനിമയിൽ കാണുന്ന കാര്യങ്ങളെല്ലാം കണ്ട് നമ്മൾ ഒരു സംവാദം വിഷയം നടത്തിയിരുന്നു, സിനിമയിലുള്ള കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഇൻഫ്ലുവൻസ് ആവും എന്നുള്ളതിൻ്റെ ഒരു തെളിവാണിപ്പോൾ. സ്പൈഡർ സിനിമയിൽ എനിക്ക് നായകൻ എങ്ങാനും ചെയ്യുന്ന പരിപാടിയാണെന്ന് തോന്നുന്നു, മച്ച് മാറ്റി അതിൻ്റെ ഉള്ളിൽ കല്ലിട്ടിട്ടാക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു ഇവരുടെ ഒരു പ്ലാന്. കാരണം ഇങ്ങനത്തെ ഓരോ പൊട്ട സിനിമകൾ കാണുന്നത് കൊണ്ടാണല്ലോ ഇവർക്ക് ഈ തലയിൽ കയറുന്നത്. ഇനി ബോധമുള്ള ഐറ്റങ്ങൾ സിനിമ കാണാൻ കയറ്റണം എന്നാണ് എൻ്റെ അടുത്തൊരു അഭിപ്രായം. കാരണം ഇങ്ങനത്തെ ഐറ്റങ്ങളൊക്കെ സിനിമ കണ്ടാൽ എന്തും ചെയ്യില്ല നമുക്ക് പറയാൻ പറ്റുമോ? സൈനൈഡിൻ്റെ ഒരു സിനിമ ഇപ്പോൾ റീസെൻ്റ്ലി ഇറക്കിയിരുന്നു, നമ്മുടെ സൈനൈഡിൻ്റെ ആ കേസുമായി ബന്ധപ്പെട്ടു. ഇത് കണ്ട നാളെ മുതൽ ഈറ്റിങ്ങൾ സൈനൈഡും കൊണ്ട് നടക്കില്ല എന്ന് നമുക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുക? ഇനി ആകെ ഒരു എൻ്റർടൈൻമെൻറ്റ് പ്ലാറ്റ്ഫോമായ സിനിമ കാണാൻ വരെ ബോധം വേണ്ടി വരണ്ടല്ലോ എന്ന അവസ്ഥയാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. പിന്നെ പറഞ്ഞ 3 അലിഗേഷൻസ്. ഒന്ന്, ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അല്ലെ മൊബൈൽ ഫോൺ അധികമായി യൂസ് ചെയ്യുന്നു. ഈ 13 വയസ്സുകാർക്ക് എന്തിനാ ഫോണ്? അച്ഛനും അമ്മയും ഗൾഫിലാണല്ലോ, അവർക്ക് വിളിക്കാനും അയക്കാനും വേണ്ടിയിട്ടായിരുന്നു അല്ലേ. കുട്ടികൾക്ക് ഇങ്ങനെ ഫോൺ കൊടുക്കാണ്ട് നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി കൊടുക്കണം നിർബന്ധമാണ്, വല്ല കട്ടപ്പെട്ടി പോലത്തെ ഒരു ഫോൺ കൊടുക്കുക. ഇനി ടച്ച് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഫുൾ ആക്സസ് കാര്യങ്ങൾ നിങ്ങളിൽ കണക്ട് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മേൻ്റെ അടുത്തോ അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്തോ ഇവരെ ആരുടെയെങ്കിലുമൊക്കെ നിർത്തി ആ ഫോണിലോട്ട് വിളിക്കുക. അല്ലാണ്ട് ഈ 8ാം ക്ലാസ് പഠിക്കുന്നവർക്ക് എന്തിനാ ഫോണ്? വീട്ടുകാരുണ്ടെങ്കിൽ തന്നെ കള്ളത്തരം ചെയ്യുന്ന ഒരു കാലഘട്ടത്താണ് ഗൾഫിൽ പോയി നിൽക്കുന്ന അച്ഛനും അമ്മയും നിൽക്കുന്ന സമയത്ത് ആ ഫോണിൽ എങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നുള്ളത് നിങ്ങൾക്ക് ആലോചിച്ചൂടെ? രാത്രി വൈകി എത്തുന്നത്, അപ്പോൾ ഈ കുട്ടി ലേറ്റ് ആയിട്ടാണോ വരുന്നത് എന്നുള്ളതൊന്നും നിങ്ങൾ നോക്കുന്നില്ലേ? എനിക്കറിയാൻ പാടില്ലായിട്ട് ഞാൻ ചോദിക്കുക. നമ്മൾ ഓരോരുത്തരും വർക്ക് കഴിഞ്ഞ് നമ്മളെ വീട്ടിലെത്തുന്ന ഒരു ടൈം ഉണ്ടാവും. ആ ടൈമിൽ നിന്ന് മാറിയാൽ വിളിച്ചു നോക്കുക എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്വം നമ്മളുടെ വീട്ടിലുള്ള ഗാർഡിയൻസിനും ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ ലേറ്റ് ആവുന്ന സമയത്ത് ഇൻഫോം ചെയ്യുക എന്നുള്ളൊരു ഉത്തരവാദിത്വം ഉണ്ട്. ഞാനൊക്കെ ഇൻഫോം ചെയ്താലും എന്നെ വിളിച്ചു നോക്കും എവിടെ എന്താന്ന്. കാരണം അതാണ് ഇന്നത്തെ അവസ്ഥ, അതാണ് ഇന്നത്തെ സൊസൈറ്റി. എത്രത്തോളം സേഫാണ്, ഓക്കെ ആണോ, നമ്മൾ കംഫോർട്ടബിൾ ആണോ എന്നുള്ളത് നമുക്ക് തന്നെ പറയാൻ പറ്റാത്തൊരു കാലമാണ്. ഇപ്പോൾ ഈ ലേറ്റായി വരുന്ന കുട്ടീനെ ഇത്രയും ദിവസം ലേറ്റായി വരുന്നുണ്ടെങ്കിൽ അതൊന്നും ഈ വീട്ടുകാരും പാരൻസും ഒന്നും അറിയുന്നില്ലേ? പാരൻസ് വാൺ ചെയ്യുന്നുണ്ടാവും, ചിലപ്പോൾ അനുസരിക്കുന്നുണ്ടാവില്ല, അല്ലെ പാരൻസ് അറിയുന്നുണ്ടാവില്ല, പാരൻസിനെ ഇൻഫോം ചെയ്തിട്ടുണ്ടാവില്ല. ചിലപ്പം പാരൻസിനെ ഇൻഫോം ചെയ്തിട്ടുണ്ടാവും, പാരൻസ് ചിലപ്പോൾ നല്ല രീതിയിൽ റിയാക്ട് ചെയ്തിട്ടുണ്ടാവും. ആ റിയാക്ട് ചെയ്തത് ചിലപ്പോൾ ദേഷ്യം പിടിച്ചിട്ടായിരിക്കും കുട്ടി എങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ടാവുക, നല്ല രീതിയിൽ റോങ് ആയിട്ടുണ്ടാവുക. പാരൻസ് റിയാക്ട് ചെയ്തു, റെസ്ട്രിക്റ്റഡ് ആയി, അതിൻ്റെ ദേഷ്യം ഇവരോട് വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ഇതിനൊന്നും റിയാക്ട്, പക്ഷെ അവരും പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. ഒരു 13 വയസ്സുള്ള പെൺകുട്ടി പരിപാടി ചെയ്യുന്ന ആരെയും വിശ്വസിക്കുന്നുണ്ടാ? പിന്നെ പുരുഷന്മാരുമായിട്ടുള്ള വഴിവിട്ട ബന്ധം, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം യൂസേജ്, ഫോട്ടോസ് വീഡിയോസ് കാണുന്നു, ഹായ് അയക്കുന്നു, ഹലോ അയക്കുന്നു, ചാറ്റ് ചെയ്യുന്നു, ബന്ധങ്ങളിങ്ങ് തുടരുന്നു. അതിന് ഇതൊക്കെ യൂസ് ചെയ്യാണ്ട് നിൽക്കുക
എന്നാണ് പറയാനുള്ളത്. പക്ഷെ ഇന്നത്തെ പിള്ളേരോട് ഇതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അറ്റ്ലീസ്റ്റ് പാരൻസിനോടാണ് പറയാനുള്ളത്. കൊടുക്കേണ്ട സാധനങ്ങൾ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാലും എങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് എന്ന് നോക്കുക. തല്ലേണ്ട സമയത്ത് തല്ലുക, വഴക്ക് പറയേണ്ട സമയത്ത് വഴക്ക് പറയുക. ഇനി എന്നിട്ടും നന്നാവുന്നില്ലെങ്കിൽ പോലീസ് പറയുക. പല ഹോം കൊണ്ടുപോയി ഇടുക. അല്ല, എൻ്റെ മക്കൾ, എൻ്റെ ബാബ, എൻ്റെ കുഞ്ഞുബാബകൾ എന്ന് പറഞ്ഞിട്ട് വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാം സഹിച്ചുകൊണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ ഇന്നോ നാളെയോ മറ്റന്നാളോ നിങ്ങൾക്ക് കിട്ടും. 2 ദിവസം മുമ്പാണ് 29 വയസ്സുകാരൻ അച്ഛനെ ചെയ്തൊരു ന്യൂസ് ഞാൻ വായിച്ചത്. ഇതുപോലെ കുറച്ച് ബാക്കോട്ട് പോയാൽ അച്ഛനെയും അമ്മേനെയും ചെയ്ത കുറേ ന്യൂസ് കാണും. നിങ്ങൾ ജന്മം നൽകിയ കുട്ടികളുടെ കയ്യിൽ നിന്ന് ജീവൻ തീരുന്നതിലും നല്ലതാണ് ഈറ്റുങ്ങൾ ഏതെങ്കിലും ഹോം കൊണ്ടുപോയിട്ട് നന്നാക്കുന്നത്. കേരളത്തിൽ നടക്കിയ വയോധികന്റെ കൊലപാതകത്തിലെ മുഖ്യ പ്രതികളായിട്ട് മാറിയത് കുറ്റവാളികളാണ്. ഈ കുറ്റവാളികളുടെ ഓരോ പ്രവൃത്തികളും പോലീസ് ചോദ്യം ചെയ്യലിൽ നിന്നും ഇവർ പറയുമ്പോൾ പോലീസ് പോലും അമ്പരപ്പിക്കുന്ന രീതിയിലാണ്. കാരണം 2017 പുറത്തിറങ്ങിയ സ്പൈഡർ എന്ന ഈ സിനിമ, ആ സിനിമയെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ തന്നെയായിരുന്നു ഇവർ ആദ്യഘട്ടത്തിൽ ഈ കൊലപാതകം നടത്താൻ ഉദ്ദേശിച്ചിരുന്നത്. ആ സിനിമ പങ്കുവയ്ക്കുന്നതാണ്, അതായത് ഒരു കുട്ടിയുടെ കഥയാണ്. ആ കുട്ടി വലിയ കല്ലുകൾ ഉപയോഗിച്ച് മുകളിൽ നിന്ന് അപ്രതീക്ഷിതമായിട്ട് ആളെ കൊല്ലുന്ന രീതിയാണ് ആ സിനിമയിൽ പങ്കുവയ്ക്കുന്നത്. അതേ മാതൃകയിൽ ഈ വീടിൻ്റെ ഓട് മാറ്റി അകത്ത് കിടന്ന വലിയ കല്ലുപയോഗിച്ച് അദ്ദേഹം ഉറങ്ങിക്കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മേത്തേക്കിടാനായിരുന്നു ശ്രമം. എന്നാൽ അത് പാളി വീടിന് മച്ചുണ്ടായിരുന്നു. തുടർന്നാണ് വീടിൻ്റെ ആസ്പെറ്റോസ് ഷീറ്റ് ഇളക്കി അകത്ത് കിടക്കുകയും തുടർന്ന് ഇദ്ദേഹത്തെ കെട്ടിയിട്ട് ക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തുകയും ചെയ്തത്. ആ പെൺകുട്ടിയെ കാണിക്കുകയും ചെയ്തു. അതിനുശേഷം അവിടെ നിന്നുള്ള പണവും അതോടൊപ്പം തന്നെ സ്വർണ്ണാഭരണങ്ങളും ഇവർ കൈക്കലാക്കുന്നു. അതിൽ ഒരു മോതിരം ഇവർ വിൽക്കുകയും ചെയ്യുന്നുണ്ട്. ആ പണം അവരുടെ കൈവശമാണ് സൂക്ഷിച്ചിരുന്നത്. അതിനിടയിലാണ് ഇവർ പോലീസിൻ്റെ പിടിയിലാകുന്നത്. പ്രധാനമായിട്ടും പലപ്പോഴും ഈ പെൺകുട്ടിയെ പോലീസ് ചോദ്യം ചെയ്യുമ്പോൾ ആദ്യഘട്ടത്തിലൊക്കെ കൃത്യമായ രീതിയിൽ ഉത്തരം പറഞ്ഞ പെൺകുട്ടി പിന്നീട് ഈ കുടുംബ പശ്ചാത്തലം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ പൊട്ടിക്കരയുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതായത് ഈ ബന്ധു എന്ന് പറയുന്ന ഈ ശിവൻകുട്ടി പലപ്പോഴും ഈ പെൺകുട്ടിയുടെ പല ഇടപെടലുകളെയും എതിർത്തിരുന്നു. കൂടുതൽ ആൺ സുഹൃത്തുക്കളുമായിട്ട് ഈ പെൺകുട്ടിക്ക് ബന്ധമുണ്ടായിരുന്നു. വീട്ടിൽ വൈകി വരുന്ന ഒരു സ്വഭാവമുണ്ടായിരുന്നു. കൂടുതൽ മൊബൈൽ ഉപയോഗം ഉണ്ടായിരുന്നു. അതിനെയൊക്കെ എതിർത്തിരുന്നു. ഇതിനോടുള്ള കടുത്ത പകയാണ് ഈ പെൺകുട്ടിയിൽ ഉണ്ടായിരുന്നത്. ആ പക ഈ പെൺകുട്ടിയുടെ സുഹൃത്തുക്കളെ ഉപയോഗിച്ച് ഇയാളെ വകവരുത്തുക എന്ന ഒരു രീതിയാണ് ഇവർ അവലംബിച്ചത്. മാസങ്ങൾക്ക് മുൻപേ തന്നെ ഈ ഒരു പദ്ധതി ഇവർ പ്ലാൻ ചെയ്തിരുന്നു. ആദ്യം വിഷം കൊടുത്ത് കൊല്ലാൻ ഇവർ ശ്രമിച്ചു. എന്നാൽ എനിക്ക് ന്യൂസ് സ്റ്റോപ്പ് ചെയ്യാൻ തോന്നുന്നില്ല. എനിക്കിതിങ്ങനെ കേട്ടു പോകാൻ തോന്നുക. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഒരു സ്പൈഡർ എന്ന് പറഞ്ഞൊരു സിനിമയിൽ ഒരു കുട്ടി, അതൊരു സിനിമ. ഞാൻ ആദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, ഇങ്ങനത്തെ ക്രൈംസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ഈ തൂഫാൻ്റെ ഭാഗമായിട്ട് മിനിറ്റിന് ഓരോരുത്തരെ പിടിക്കണ്ടാവും, നിങ്ങളൊക്കെ ചോറാണോ തിന്നുന്നത്? അതിന് പകരം വേറെ എന്തെങ്കിലും ആണോ തിന്നുന്നത്? എത്ര കേസുകളാണ് ഓരോ ദിവസവും കാണുന്നത്? ഇത് ചെയ്യുമ്പോൾ മക്കളെ നിങ്ങളുടെയൊക്കെ ബോധം എന്താ? ബോധമല്ല ഇത് ചെയ്യൂല, വിവരമില്ലാത്ത ഐറ്റങ്ങളാണ് നിങ്ങളൊക്കെ. എന്നാലും ഇന്നല്ലേ നാളെ ഞാൻ പിടിക്കപ്പെടുന്നെടി, നിനക്കൊന്നും തോന്നിയില്ലേ മക്കളെ? മക്കൾ എന്നൊന്നും വിളിക്കരുത്, അതിലും കൂടി എന്തോ ആണ്. മക്കൾ എന്നൊന്നും പറയാനുള്ള ഒരു നിഷ്കളങ്കതയിൽ നിങ്ങൾക്കൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. എന്നാലും ഞാൻ ചോദിക്കുക, ഇന്നല്ലേ നാളെ പിടിക്കപ്പെടും, ഞാൻ പോലീസുകാരറിയും, എന്നെ സ്റ്റേഷനിൽ കയറ്റും, ന്യൂസാവും എന്നൊന്നും നിങ്ങൾക്ക് അറിയില്ലേ? എന്താ അറിയോ മെയിൻ സാധനം നടക്കുന്നത്? ഞങ്ങൾ പ്രായം കുറവായതുകൊണ്ട് തന്നെ ഇതൊരു കേസാവില്ല. പക്ഷെ നീയൊക്കെ 100 തവണ ജനിച്ചാലും ഈ ഒരു സാധനം എന്നും ഈ ലോകത്ത് അറിയപ്പെടും. ഇനിയിപ്പോൾ നിങ്ങൾ രണ്ടും വലുതായി കല്യാണം കഴിച്ച് പോയാലേ ഉള്ളൂ. അല്ലാണ്ട് ഒരു വിവരമുള്ള ഒരുത്തൻ മോളിൽ നിന്നും കല്യാണം കഴിക്കാനോ കുടുംബത്തിൽ കയറ്റാനോ ആഗ്രഹിക്കില്ല, മോളെയും മോൻ. കാരണം എന്ത് സേഫ്റ്റിയുള്ളേ? നിങ്ങളെ കയറ്റിയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവരുടെ അവസ്ഥ എന്താണ്? ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു സ്പൈഡർ സിനിമയിൽ ഒരു കുട്ടി ഇങ്ങനെ ചെയ്യുന്നത് കാണുന്നത്. അപ്പോൾ ഇവർ ഈ 13-17 വയസ്സുള്ളവർ ടീമായിട്ട് പ്ലാൻ ചെയ്യുകയാണ് മച്ച് മാറ്റിയിട്ട് ഇയാളുടെ തലയിലോട്ട് ഇടാൻ. എന്തിന്? പൈസ എടുക്കാൻ. അത് നടക്കാണ്ട് വരുമ്പം എന്താണ്, ടാർപ്പായ ഷീറ്റ് മാറ്റി അതിൻ്റെ ടാർപോളിൻ ഷീറ്റ് മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിൽ ചാടി ഇറങ്ങുന്നു. ഈ മനുഷ്യനെ കെട്ടിയിട്ട് അദ്ദേഹത്തിന് ബോഡി എക്സ്പോസ്ഡ് ആക്കിയിട്ട് അദ്ദേഹത്തിന് നല്ല രീതിയിൽ ഉപദ്രവിക്കുന്നു. അത്രയ്ക്ക് റിവെഞ്ച് ഉണ്ട്. ഉപദ്രവിക്കുമ്പോഴൊക്കെ ഈ നരുന്തുകളുടെ ചീപ്പ് ഷോ ഉണ്ടാവും ഇല്ലേ? എന്താടാ നീ എൻ്റെ പെണ്ണിനെ കയറി പിടിച്ചോ, നീ ആരാ അവളെ ചോദ്യം ചെയ്യാൻ, അവൾക്ക് ഇഷ്ടമുള്ള പോലെ അവൾ ജീവിക്കും എന്നുള്ള ഷോ ഉണ്ട്. ഇതൊക്കെ കണ്ടുകൊണ്ടിട്ട് ലൈവായിട്ട് അവളവിടെ ഇരിക്കുക. അവളുടെ അവാർഡ് കിട്ടുന്ന പരിപാടി എങ്ങാനും കാണുന്ന പോലെയാണ് അവളവിടെ ഇരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ബലമാറി തുറന്ന് പൈസ എല്ലാം മോഷ്ടിച്ചവന്മാർ പോയി. എന്നിട്ട് അതിലുണ്ടായിരുന്ന സ്വർണ്ണമോതിരം കൊണ്ടുപോയി വിറ്റ്.
എന്നാൽ ഇങ്ങനത്തെ പീക്കിരികൾ വിൽക്കാൻ വരുമ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇത് വാങ്ങി വെക്കുമോ? അത് വിറ്റ് കഴിഞ്ഞതിന് ശേഷം അതിന് തിന്നുക. എന്നിട്ട് ഇവളുമായിട്ട് ഇരുന്ന് ഇങ്ങനെ ചാറ്റ് ചെയ്തിട്ട് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യും. എന്തോ ഈ ലോകത്ത് നടക്കുന്നേ? അത് കഴിഞ്ഞ് സ്റ്റാർട്ടിങ്ങിലൊക്കെ നമ്മൾ ഈ കള്ളത്തിറപ്പിച്ച ആദ്യം കുറേ നേരം നമ്മൾ വാദിച്ച് നിൽക്കൂടാ. ഒരു പോയിന്റ് എത്തുമ്പോൾ നമ്മൾ ക്ഷീണിക്കും, തളരും. നമ്മൾ കുറേ വാദിച്ചു നിന്നുണ്ടാവും. പിന്നെ കിളി പോയി, പിന്നെ കാറ്റ് പോയി, പിന്നെ വാദിക്കാനൊന്നുള്ള ആരോഗ്യമില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അയ്യോ പറ്റിപ്പോയി എന്ന് പറഞ്ഞ് കരഞ്ഞു. കാര്യം എന്താ? അവളെ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്തതിന് ഇതാക്കി. ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യാൻ അനുവദിക്കാത്തതിൻ്റെ പേരിൽ ഒരാളിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ക്രൈം. ഇത് ഫെയർ ആണോ? അല്ലെ എടാ നിങ്ങളൊന്നും ആരും ചീത്ത പറയാൻ പാടില്ല മക്കളെ. എനിക്ക് അറിയാൻ പാടില്ല ഇത് ചോദിക്കുക. നിങ്ങളുടെ താളത്തിന് തുള്ളണമെങ്കിൽ ഇറങ്ങിപ്പോ വീട്ടിൽ നിന്ന്, അധ്വാനിക്ക്, പൈസ ഉണ്ടാക്ക്, സ്വന്തമായിട്ടൊരു വീടുണ്ടാക്ക്, അതിൻ്റെ ഉള്ളിൽ 10 ബോയ്സിനും 20 ബോയ്സിനും കയറ്റി ജീവിക്കേ. ഗാർഡിയൻസായി നിൽക്കുന്ന വ്യക്തികൾ നമ്മളെ ടേക്ക് കെയർ ചെയ്യും. പ്രത്യേകിച്ച് അച്ഛനും അമ്മയും ഇല്ലാണ്ട് വളരുന്നൊരു കുട്ടിയാണ്. ആ കുട്ടി ഇങ്ങനത്തെ തോന്നിവാസം ചെയ്യുമ്പോൾ ചോദിച്ചൂടെ? ഈ ചിലപ്പോൾ രാത്രി ലേറ്റ് ആവുന്ന എൻ്റെ ബോയ് ഫ്രണ്ട് കൂടെ കറങ്ങിയിട്ടാ. ഇന്ന് എന്തൊക്കെ ന്യൂസുകളാണ് കേൾക്കുന്നത്? ഈ പാകിസ്ഥാനിലുണ്ടായിരുന്ന ഒരു ന്യൂസ്, 14 മാസം പ്രായമുള്ള കുട്ടീൻ്റെ അടുത്ത് ചെയ്തൊരു ന്യൂസ് അറിയാലോ. പിയൊക്കെ ഈ ലോകത്ത് എത്ര സേഫ് ആണെന്ന് കരുതിയിട്ടായിരിക്കും ആ മനുഷ്യൻ ഇതൊക്കെ ചോദിക്കുന്നത്. അതിന് എനിക്കറിയില്ല. എനിക്ക് ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ. ഈ നാട്ടുകാരടുത്തും ഇവരടുത്തും എനിക്ക് പറയാനുള്ളത്, ഈ കുട്ടികളെ നോട്ട് ചെയ്ത് വെച്ചോ. നാളെ ഇവരെ ഇറങ്ങി കരഞ്ഞ് നന്നായി എന്ന് കരുതി ഇവരെ ചേർത്ത് പിടിക്കാൻ നിൽക്കണ്ട. എന്താ ചെയ്യാന്നുള്ള പറയാൻ പറ്റില്ല. ഇതിലും വലിയ സിനിമകളാണ് ഇറങ്ങുക. ഇന്ന് സ്പൈഡർ ഏതാ വടന്ന് പോലും അറിയില്ല. ഒന്ന് അടിച്ചു നോക്കിയിരുന്ന് കാണേണ്ടി വരും. ഇപ്പം ഈ ഒരു ഇത് വെച്ചൊക്കെ നോക്കുമ്പോൾ എടാ സമ്മതിക്കുന്നത് അയാം തള്ള വൈബ്. ഇനി തള്ളയല്ല, അമ്മൂമ്മ വൈബ്, അല്ല ആൻറ്റി വൈബ് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. അയ്യോ നിങ്ങളുടെ ഒന്നും ധൈര്യവും ബുദ്ധിയൊന്നും നമുക്കില്ലേ? അറിയാൻ പാടില്ലായിട്ട് ഞാൻ ഓരോ സാധനങ്ങളും കേൾക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ഷോക്ക്ഡ് ആയിട്ടാണ് ഞാൻ കേൾക്കുന്നത്. ഐ വാസ് തിങ്കിങ് എങ്ങനെ ഈ പിള്ളേർക്ക് ഇത് പറ്റുന്നു ആൻഡ് വൈന്ന്. കൊള്ള മക്കളെ, നിങ്ങൾക്കൊക്കെ അവാർഡ് തരേണ്ട സമയമുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ, ഇനി അവിടുത്തെ ശിക്ഷ കഴിഞ്ഞാൽ എത്ര കൊല്ലമാണോ, ഇനി 14 അല്ല 20 കൊല്ലമാണെങ്കിലും അത്രയും കൊല്ലം ഇവരെ വലിയ ജയിലിലോട്ട് മാറ്റുക. ഇങ്ങനത്തെ കാറ്റഗറി ഓഫ് ആൾക്കാരെ പുറത്ത് വിടാണ്ടിരിക്കുക. അവരേതെങ്കിലുമൊക്കെ കറക്ഷണൽ യൂണിറ്റിൽ ഇട്ടുക. അവർക്ക് വേണ്ട കാര്യങ്ങൾ കൊടുത്തിട്ട്. കാരണം ബാക്കിയുള്ള മനുഷ്യന്മാർക്ക് ഈ ലോകത്ത് ജീവിക്കണം. റിക്വസ്റ്റ് ആണ് ടു ദി ലീഗൽ സിസ്റ്റം ആൻഡ് എറ്റ്സെട്ര. അത് പിന്നീട് മാറ്റി വാഹനാപകടത്തിലൂടെ കൊലപ്പെടുത്താം എന്ന രീതി അവലംബിച്ചു. അതും പിന്നീട് മാറ്റി ഒടുവിലാണ് ഈ ഇളയ മകൾ പ്രസവ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 4 ദിവസം വണ്ടാനം ആശുപത്രിയിലേക്ക് പോകുന്നു എന്ന വിവരം അറിയുന്നത്. ആ സമയത്ത് ശിവൻകുട്ടി വീട്ടിൽ ഒറ്റക്കായിരിക്കും എന്ന കാരണം കൊണ്ട് തന്നെ ആ ദിവസങ്ങൾ ഇവർ കൊലപാതകത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുകയായിരുന്നു. അങ്ങനെ ഈ കൊല നടത്തിയ ശേഷം ഇവർ തിരിച്ച് പരവൂരിലേക്ക് പോകുന്നു. ഈ കൊല നടത്താനായിട്ട് ഇവർ എത്തിയത് ട്രെയിൻ മാർഗമാണ്. ട്രെയിൻ മാർഗമെത്തി ഈ പെൺകുട്ടി നൽകിയ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചാണ് ഇവർ എത്തിയത്. ഇവരുടെ ഓരോ മൂവ്മെൻറ്റും കൃത്യമായി മൊബൈൽ ഫോണിലൂടെ ഈ പെൺകുട്ടിയും ഈ ആൺ സുഹൃത്തുക്കളും തമ്മിൽ സംസാരിക്കുന്നത് ആ രേഖകൾ സഹിതം പോലീസിൻ്റെ പക്കലുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് കൂടുതൽ കാര്യങ്ങൾ ഇവരെ 4 പേരെയും പോലീസ് വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ. ഒരു മാസമായിട്ടുള്ള പ്ലാനിങ്. ആദ്യം പോയിസൺ, പിന്നെ ആക്സിഡൻറ്റ്, പിന്നെ പുള്ളി ഒറ്റയ്ക്കുള്ളൊരു സാഹചര്യം കണ്ടുപിടിച്ചപ്പം പെൺകുട്ടി ലൊക്കേഷൻ അയച്ച് മിനിറ്റിന് അപ്ഡേറ്റ് ചെയ്ത് കയറ്റുന്നു. 4 കള്ളന്മാരാണ്, 4 ഫേക്കാണ്. ഈ 4 ഈ ലോകത്ത് നിർത്താൻ പാടില്ല. നിർത്തിയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവരുടെ ജീവന് ഭയങ്കര പാടാണ്. കാരണം നമുക്കറിയില്ല ഇവരെന്തൊക്കെയാണ്, ഇത് പിള്ളേരാണോ അതാണോ ഇതാണോ എന്നുള്ളത്. എന്നെ സംബന്ധിച്ച് ഞാൻ പൊതുവെ ഇറ്റങ്ങളോടൊന്നും മിണ്ടാൻ പോയില്ല. കണ്ടാൽ തന്നെ മൈൻഡ് ചെയ്യില്ല, മോന്തക്കിട്ട് നോക്കാൻ തന്നെ നിൽക്കില്ല. കാരണം എന്താ വെച്ചാൽ എന്താ ചെയ്യുക എന്താ പറയാന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ചില കുട്ടികളൊക്കെ നമ്മൾ സ്റ്റാൻഡിൽ നിൽക്കുന്ന സമയത്ത് വന്ന് ചേച്ചി ഒന്ന് ഫോൺ തരുമോ എന്ന് ചോദിക്കും. ഞാൻ പറയും എൻ്റെ പൊന്നു മക്കളെ എൻ്റെ ഫോണിൽ പൈസ അല്ലാന്ന് ഞാൻ പറയാം, ഞാൻ കൊടുക്കുകയില്ല. ഇവരാരെയാണ് വിളിക്കുന്നത്, എന്താ പറയുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. പറയാൻ പറ്റുമോ? ചിലരൊക്കെ വന്ന് അമ്മേനെ വിളിക്കട്ടെ എന്നാണ് ചോദിക്കുക. ചിലർ എന്നിട്ട് ചോദിക്കും ചേച്ചി അക്കൗണ്ടിലോട്ട് 500 രൂപ ഇട്ട് തന്നാൽ കയ്യിൽ തരാൻ ക്യാഷ് ഉണ്ടാവുമോ എന്ന് ചോദിക്കുന്ന കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട്. അല്ല ചേച്ചി ഒരു 10 രൂപ തരുമോ വണ്ടിക്കൂലിക്ക്? ഞാൻ ഇതിനൊന്നും നിൽക്കലില്ല. ഈ 10 റുപ്യ വാങ്ങി ഇവരെന്താ ചെയ്യാന്നറിയില്ല. ലാസ്റ്റ് പോലീസുകാർ പിടിച്ചിട്ട് 10 റുപ്യ എവിടെ നിന്ന് കിട്ടിയെന്ന് നോക്കുമ്പോൾ നമ്മളെ വരുമ്പോൾ നമ്മളെന്തിനാ ഇവിടെ ഇതിന് നിൽക്കുന്നത്? എൻ്റെ അമ്മ ഒന്നിനുമില്ല മക്കളെ, നിങ്ങൾ എന്തെങ്കിലും ചെയ്തു പോകും. എന്തേ ലോകത്തിൻ്റെ പോകി 13 വയസ്സിലൊക്കെ ഇവർക്ക് ഇതിന് എവിടെ ഉണ്ടാവും നേരം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇപ്പം ഈ പ്രായമായിട്ട് വരെ ഞാൻ രാത്രി പുറത്തിറങ്ങാൻ വേണ്ടിയുള്ള കാറ്റഗറി ഓഫ് ആളാണ് ഞാൻ.
എനിക്ക് എൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഞാൻ അച്ഛാ അമ്മയെ ഏട്ടാന്ന് വിളിക്കുന്ന ഒരു ടൈമാണ്. ആകെ ഡ്രസ്സ് വാങ്ങാനും എൻ്റെ ബേസിക് കാര്യങ്ങളല്ലാണ്ട് എന്ത് കാര്യത്തിനാണെങ്കിലും, ഇവൺ ഒരു ഹോസ്പിറ്റലിൽ പോകേണ്ട സമയത്താണെങ്കിലും രാത്രി ഒന്ന് പുറത്ത് ഇറങ്ങണമെങ്കിൽ, അല്ലെ ഇപ്പോൾ ഈവൻ എൻ്റെ ബ്രദറിനോട് ചോദിച്ചാൽ അറിയാം, ഞാനിങ്ങനെ മെസ്സേജ് അയക്കും, അത് വാങ്ങി വാ ഇത് വാങ്ങി വാ. അത് വെച്ച് നോക്കുമ്പോൾ യു ഗൈസ് ആർ അൾട്രാ ലെജൻഡ് എന്ന് കരുതി എനിക്ക് എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ കഴിവില്ലായിട്ടല്ല. ഒന്നുമില്ല മക്കളെ, ഒന്നുമില്ല. ഇനി ഇത് പറഞ്ഞതിൻ്റെ പേരിൽ നിങ്ങൾ കൊട്ടേഷനും കൊണ്ട് ഇറങ്ങുമെന്നുള്ളത് ഭഗവാൻ അറിയാം. പെൺകുട്ടിക്ക് കൃത്യത്തിൽ കൃത്യമായ പങ്കുണ്ടെന്ന് പോലീസിന് ആദ്യം തന്നെ വ്യക്തമായത് മുതൽ പെൺകുട്ടി നിരീക്ഷണത്തിലായിരുന്നു. പിന്നീട് ഈ ആൺ സുഹൃത്തുക്കളിലേക്ക് എത്തുന്നത് പെൺകുട്ടിയുടെ മൊഴിയിൽ നിന്നല്ല. അതിനു മുൻപേ തന്നെ CCTV, അതായത് ഹരിപ്പാട് KSRTC ബസ് സ്റ്റാൻഡിൽ പുലർച്ചെ 3:30 ഇവർ KSRTC ബസ്സിൽ കയറി പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ച് നിർണായകമായി. ഒപ്പം തന്നെ അവർ അത് ഈ ശനിയാഴ്ച രാത്രി ഇവിടെ എത്തുന്നു. ഞായറാഴ്ച രാവിലെ ഈ കൃത്യം നടത്തിയ ശേഷം 3:30 ഇവർ ട്രെയിനിലാണ് കൊല്ലത്ത് നിന്ന് വരുന്നത്. അതിനുശേഷം കൊലപാതകം നടത്തി KSRTC ബസ്സിൽ ഹരിപ്പാട് നിന്നും കൊല്ലത്തേക്ക് പോകുന്നു. ആ സമയത്ത് തട്ടുകടയിൽ കയറി ആഹാരം കഴിച്ചിട്ടുണ്ട്. 50 രൂപയ്ക്കാണ് 3 പേർ അവിടെ നിന്ന് ആഹാരം കഴിച്ചത്. അതിന്റെ ഗൂഗിൾ പേയുടെ സ്ക്രീൻഷോട്ട് അടക്കം ആ ഗൂഗിൾ പേ തട്ടുകടക്കാരിൽ നിന്നും പോലീസ് ശേഖരിച്ചു. അങ്ങനെ അവിടെ നിന്ന് CCTV ലഭിച്ചു. ഒപ്പം തന്നെ ഈ പെൺകുട്ടിയുടെ ഫോൺ പിന്നീട് 2ാം ഘട്ട അന്വേഷണത്തിൽ പോലീസ് കസ്റ്റഡി എടുത്തു. പെൺകുട്ടിയുടെ ഫോൺ പോലീസിന്റെ കസ്റ്റഡിയിലാണെന്ന് അറിയാതെയാണ് ആൺ സുഹൃത്തുക്കൾ പലപ്പോഴും ചാറ്റ് ചെയ്തത്. പെൺകുട്ടിയാണെന്ന വിധേയനെ എന്ന ഭാവേനെ പോലീസ് പല മെസ്സേജുകളും ജെൻസി ഭാഷകളിൽ തന്നെ, പെൺകുട്ടി ഉപയോഗിക്കുന്ന ജെൻസി ഭാഷകളിൽ തന്നെ ഈ പോലീസ് അതിവിദഗ്ധമായി ഈ ആൺ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുത്തു. അതേ രീതിയിൽ മറുപടി കിട്ടി. പോലീസ് ആദ്യഘട്ടത്തിൽ തന്നെ ഉറപ്പിച്ചു ഇവർ തന്നെ പ്രതികൾ, ഇതിൽ ആസൂത്രണം ചെയ്തത് ഈ പെൺകുട്ടി തന്നെ. അതിൽ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ്, അതായത് നമ്മൾ ഈ കേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു വന്നിരുന്നെങ്കിലും തെളിവുകളെ പറ്റി പറഞ്ഞു വരുന്നത് ഇപ്പോഴാണ്. ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി മാറുന്നത് ഈ വാട്സാപ്പ് ചാറ്റുകളായിരിക്കും, ഈ CCTV ദൃശ്യങ്ങളായിരിക്കും. പെൺകുട്ടിയോട് എപ്പോൾ വരണമെന്നും ഒപ്പം തന്നെ വീഡിയോ കോളിൽ കൃത്യമായി സ്ഥലം കാണിച്ചു കൊടുത്തത് കൂടാതെ വീടിന്റെ ലൊക്കേഷൻ, കൊലപ്പെടുത്താനുള്ള വീടിന്റെ ലൊക്കേഷൻ, മേൽക്കൂരയുടെ ഫോട്ടോ, അതായത് പെൺകുട്ടി നേരത്തെ തന്നെ വീടിന്റെ മുകളിലത്തെ ഭാഗം മറ്റൊരു, അതായത് വീടിന്റെ തൊട്ടടുത്ത് പണി പൂർത്തിയാകാതെ കിടക്കുന്ന മറ്റൊരു കെട്ടിടത്തിന്റെ മുകളിൽ കയറി സ്വന്തം വീടിന്റെ മേൽക്കൂര ഫോട്ടോ എടുത്ത് ഇവർ കഴിച്ചിട്ടുണ്ട്. അതായത് ചവിട്ടിയാൽ മാറിപ്പോകുന്ന ഒരു മച്ചാണെന്നാണ് പെൺകുട്ടി കരുതി. പക്ഷേ ആ പദ്ധതി പാടി 2017 AR മുരുകദോസിന്റെ സംവിധാനത്തിൽ തമിഴിലും തെലുങ്കിലും പുറത്തിറങ്ങിയ സിനിമയുടെ അനുകരണം അല്ലെങ്കിൽ അതിൽ പ്രചോദനമായി ഒരു ബാലൻ കല്ല് ഒരാളുടെ ഉറങ്ങിക്കിടക്കുന്ന ആളുടെ മുഖത്തേക്കിട്ട് കൊലപ്പെടുത്തുന്നു. അതിദാരുണമായ കൊലപാതകം. അത് ആസൂത്രണം ചെയ്തെങ്കിൽ അത് പാളി. മറ്റു കൊലപാതകത്തിലെ സങ്കീർണതകൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് ആ രീതിയിൽ കൊലപാതകം പിടിച്ചത്. മനസ്സിലായല്ലോ, പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്ന പോലെ വലിയ കാര്യത്തിൽ സെറ്റപ്പ് ആക്കിയത്. എനിക്കിതിൽ തോന്നിയ ഒരു ഇമോഷൻ എന്താ പറയുക, ഒരു മനുഷ്യനെ ഇല്ലാണ്ടാക്കി രാത്രി വന്ന് ബസ് കയറി തട്ടുകടയിൽ പോയി തിന്നാനും ഇവന്മാർക്ക് തോന്നിയല്ലോ. ആ കയ്യും കൊണ്ട് തിന്നാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ ഇവരുടെ മെൻറ്റാലിറ്റി എന്തായിരിക്കും? 100% ഉറപ്പാണ് ഇവരൊക്കെ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ആദ്യം അതിനുള്ള ടെസ്റ്റ് നടത്തുക, സോഴ്സ് കണ്ടുപിടിക്കുക. ഈ തൂഫാൻ പിടിക്കുന്നതിന് പകരം ഓരോ സ്കൂളുകളിലും കയറി പ്രതീക്ഷിക്കാത്ത സമയത്ത് ഡ്രഗ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുക. അതിൽ പോസിറ്റീവ് ആവുന്ന പിള്ളേരെ എല്ലാത്തിനെയും പിടിക്കുക. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുക. തൂഫാൻ പ്രൊജക്റ്റിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് അങ്ങനെ ആയിക്കോട്ടെ എന്ന് എനിക്ക് പറയാനുള്ളത്. തൊട്ടടുത്ത കടകളും അതും ഇതും ഒക്കെ എന്താ ചെയ്യാൻ പറ്റുക ആ രീതിയിൽ അങ്ങ് ചെയ്യുക. കാരണം ഇങ്ങനത്തെ കുറേ എണ്ണങ്ങൾ ഈ ലോകത്തുണ്ടായിന്ന് കരുതി ബാക്കി മനുഷ്യന്മാർക്ക് ഇവിടെ ജീവിക്കണ്ടേ? ഇവരെല്ലാവരും കൂടെ കയറി വേണ്ടാത്ത ഓരോ സാധനങ്ങൾ വലിച്ചു കയറ്റി ഈ ലോകത്തുള്ള മനുഷ്യന്മാരുടെ അടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ജീവിക്കൂ? ഒരു 13 വയസ്സുകാർക്ക് ഇത്രയും കാര്യം റെസ്ട്രിക്റ്റ് ചെയ്തതിന് തോന്നിയതിൻ്റെ ഭാഗമായിട്ട് അവളുണ്ടാക്കിയ പ്ലാനിങ്, മേൽക്കൂരി, ലൊക്കേഷനും അതും ഇതൊക്കെ അയച്ചു കൊടുക്കുക. എല്ലാം കഴിഞ്ഞ് സീരിയൽ കില്ലറെ പോലെ പോയിരുന്ന് തട്ടുകടയിൽ നിന്ന് ഫുഡ് കഴിക്കുക. എന്ത് മെൻറ്റാലിറ്റി ആണോ? ഡു ദേ ആർ ഹ്യൂമൻ? ഞാൻ ആത്മാർത്ഥമായി ചോദിക്കും, ഇവരൊക്കെ മനുഷ്യന്മാരാണാ? എന്തായാലും നമ്മുടെ പോലീസുകാർ പൊട്ടന്മാരല്ല. എന്ത് കളി കളിച്ചാലും പിടിക്കേണ്ട നേരത്ത് പിടിക്കും. അവർ ആ പെണ്ണിൻ്റെ ഫോണങ്ങ് എടുത്ത് ഇവന്മാരോടങ്ങ് ചാറ്റ് ചെയ്ത്. പൊട്ടന്മാർക്ക് അത് മനസ്സിലായില്ല. കൈ പിടിച്ച് എന്തായാലും എല്ലാത്തിനും കിട്ടി. ഈറ്റുങ്ങളെയൊക്കെ ഒന്ന് ഫോട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ കാണണം, അറിയണം എന്നുണ്ട്. എൻ്റെ ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും വ്യക്തികൾ ഇവരുടെയൊക്കെ ഒറിജിനൽ ഫോട്ടോ അറിയെങ്കിൽ ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്യും. ഒന്നിനുമല്ല, കാണുമ്പോൾ എനിക്ക് 2 കിലോമീറ്റർ അപ്പുറത്ത് പോയി നടക്കാനാണ്. കാരണം എന്തിന് ഈറ്റുങ്ങളിലൊക്കെ മുമ്പ് പോകുന്ന അതിലും ഭേദം നമ്മൾ നേരെ കാട്ടിലിറങ്ങി വല്ല സിംഹത്തിന് മുമ്പിൽ എങ്ങാനും പോയിക്കുന്നതാണ്. കാരണം അത് തിന്നോട്ടെ, ഇങ്ങനത്തെ ഈറ്റുങ്ങളിലൊക്കെ മുമ്പ് പോകുന്നതിനേക്കാളും. ഇനി കെയറായിട്ടായിട്ട് ഒരു സാധനം ഉണ്ട്, കാണിച്ചാൽ. കൊല്ലപ്പെട്ട ആളുടെ അടുത്ത ബന്ധുവായ ഒരു പെൺകുട്ടീനെയൊക്കെ നമ്മൾ മൊഴികളെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങളും മറ്റൊക്കെ കാണുകയുണ്ടായി. അങ്ങനെ പാരലൽ ഇൻവെസ്റ്റിഗേഷൻ ആ ഒരു ആംഗിളിൽ കൂടെ നടത്തുകയുണ്ടായി. അങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിയപ്പോഴാണ് ഒരു കൊല്ലത്തു നിന്നുള്ള ഈ ഒരു പെൺകുട്ടിയുടെ ഒരു കാമുകനും സുഹൃത്തും ആയ ഒരു യുവാവും അയാളുടെ സുഹൃത്തുക്കളും കൂടി ഇവിടെ വന്നിട്ട് ഈ ഒരു ക്രൈം ചെയ്തതായിട്ടുള്ള ഇൻഫർമേഷൻ പോലീസിന് ലഭിക്കുന്നത്.
തുടർന്ന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ അതിൽ നടത്തുകയുണ്ടായി. അപ്പോഴാണ് ഏകദേശം ഇതിൻ്റെ ഒരു ക്ലിയർ ആയിട്ടുള്ള പിക്ചർ പോലീസിന് മനസ്സിലാവുന്നത്. അപ്പോൾ ഏകദേശം 15-ാം തീയതി വൈകിട്ട് സാറ്റർഡേ ഈവനിങ്ങോടുകൂടിയാണ് അവിടെ നിന്ന് കൊല്ലത്തുനിന്ന് ഈ പെൺകുട്ടിയുടെ പ്രേരണയിലാണ് ഇവർ വരുന്നത്. അതായത് ഇവിടെ വീട്ടിൽ സ്വർണം ഉണ്ടെന്നുള്ളതും സ്വർണവും പൈസയും അപഹരിക്കാന്നുള്ളൊരു പ്ലാനോട് കൂടിയാണ് ഈ സുഹൃത്തുക്കളുമായിട്ട് ഈ ബോയ് ഫ്രണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യുന്നത്. അതുകൂടാതെ ഈ പെൺകുട്ടി ഇദ്ദേഹം ബാഡ് ടച്ച് ചെയ്തിട്ടൊക്കെ ഇയാളോട് പറഞ്ഞിട്ട് ഒരു റിവെഞ്ചിന്റെ ഒരു ആംഗിൾ കൂടി ഇതിൽ വരുന്നു. ബാഡ് ടച്ചിനെ കുറിച്ച് എനിക്ക് അറിയില്ല, ചെയ്തോ ചെയ്തില്ലേ എന്നുള്ളത്. ഇത്രയും കള്ളത്തരം ചെയ്യുന്ന നേരം അവൾക്കൊരു ബാഡ് ടച്ച് ചെയ്തെങ്കിൽ ആ കൈ എടുത്തിട്ട് മോന്തയ്ക്കൊന്ന് പൊട്ടിച്ചാൽ മതിയായിരുന്നു. അല്ല, അടുത്തുള്ള സ്റ്റേഷനിൽ പോയിട്ടൊരു കേസ് ഫയൽ ചെയ്താൽ മതിയായിരുന്നു. തീരാവുന്ന വിഷയം ഉണ്ടായിരുന്നുള്ളൂ. അതിന് കെയറിങ് ഏട്ടായിനെ ഇറക്കിയിട്ട് ഇമാതിരി റിവെഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. എന്തായാലും മക്കൾ ചെല്ല്, കുറച്ച് നേരം ജുവനയിൽ കിടക്ക്, പുറത്തിറങ്ങി വന്നിട്ട് ഇതിനപ്പുറം കാര്യങ്ങൾ ചെയ്യാതിരിക്കാനുള്ള ഒരു ബുദ്ധി അവിടുന്ന് കിട്ടട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ. ഈ വീഡിയോ ഒരിക്കലും ഒരു ഇൻഫർമേറ്റീവ് വീഡിയോ അല്ല. ഈ ലോകത്ത് എന്താ നടക്കുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എൻ്റെ ഒരു സൈഡ് ഓഫ് ആംഗിൾ എക്സ്പ്രസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇത് കണ്ട് നിങ്ങളെല്ലാവരും മാറണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല, കാരണം മാറില്ല എന്ന് എനിക്കറിയാം. ഇനി ഇങ്ങനത്തെ ഒരു കേസ് ഡിസ്കസ് ചെയ്യാതിരിക്കട്ടെ എന്നൊരു പ്രാർത്ഥന മാത്രം. ബൈ ഗൈസ്.